പക്ഷെ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊരു സംശയം അല്ലെങ്കിൽ നമുക്കൊരു എറർ വന്നു, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. ഒരു സ്റ്റുഡൻ്റ് എങ്ങനെയാണ്, സ്റ്റുഡൻറ്റിന് എങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റും ഓവർ ബേർഡൻ ആക്കാണ്ട്. അപ്പോൾ ഓവർ ബേർഡൻ ആവുകയും ചെയ്യരുത്, എന്നാൽ അയാൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റണം, എന്നൊരു സ്കില്ല് ഉണ്ടാവുകയും ചെയ്യണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആക്കി കിട്ടുമല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഞാൻ പല പോഡ്കാസ്റ്റിൽ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഫെയിലിയറിൻ്റെ ഒരു പാത്ത് തന്നെയാണ്. അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു എലിമെന്റേ ഇല്ല. അപ്പോൾ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ഇറങ്ങി ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ചെയ്തു, അത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് സംസാരിക്കുന്നു, അവിടെ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കിട്ടുന്ന പൈസയായിരുന്നു നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ എക്സ്പോഷർ അത് ഞങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ പ്രൊഫൈൽ വ്യൂസ് വരാൻ തുടങ്ങി, നമുക്ക് ഇങ്ങോട്ട് മെസ്സേജസ് വരാൻ തുടങ്ങി, ഞങ്ങളായിട്ട് പുതിയതായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളത്തെ പിന്നെ ഇവൻറ്റ്സിനെല്ലാം നമ്മൾ പോകുമ്പോഴത്തേക്കും നിങ്ങളെ കണ്ടിട്ടുണ്ട്, തൃശ്ശയല്ലേ റിൻഷാദല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതാണ്. നമ്മൾ ഓരോ സ്കില്ലും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോയി. ലേണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഒരു സമയത്തുമ്പോഴത്തേക്ക് നമ്മൾ മടുക്കുന്ന ടൈമാണല്ലോ. പക്ഷെ ആ ഡൂയിങ് പ്ലസ് ലേണിംഗ് ആണ് അടുത്തടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. സെയിം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെയാണ് കാരണങ്ങൾ ഉണ്ടാക്കണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൊക്കത്താരും ഇല്ല. ഇപ്പം ഞങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്ത്, തൃശ്ശൂർ ഒരു ഡയറക്ടർ, ഞാനൊരു ഡയറക്ടർ, ഇതിൻ്റെ പൊക്കത്ത് ആരുമില്ല, ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയില്ലേ നേരത്തെ ടു ഡു ലിസ്റ്റ് ചെയ്യണ പോലെ സാധനമാണ്. വെട്ടുമ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോഷൻ വെച്ച് ടു ഡു ഹാൻഡിൽ ചെയ്യേണ്ടത് ബുക്കിലും എഴുതും. പക്ഷേ ഞങ്ങൾ ബുക്ക് കൂടുതലും പ്രിഫർ ചെയ്യണം. ആ വെട്ടുമ്പോഴത്തേക്കും കൈ കൊണ്ട് വെട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇടൽ ഞങ്ങൾ ഒട്ടും കുറക്കാറില്ല, സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ നോ ടൈമിന് ഒരു പേജ് ഉണ്ടാവും, നോ ടൈം പോസ്റ്റ് ചെയ്യും, ഞങ്ങൾ റീപോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള കണക്ഷൻസിലേക്ക് പോവും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇംപ്രഷൻസ് എടുത്ത് നോക്കും. ഇംപ്രഷൻസ് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇനി ഇപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂസ് എടുക്കും. ഞങ്ങളിപ്പോൾ ഗിറ്റ്ഹബിൻ്റെ ഒരു ക്ലാസ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അതിൻ്റെ റിവ്യൂസ് എടുക്കും. അപ്പോൾ റിവ്യൂസ് എടുക്കുമ്പോൾ ആൾക്കാർ നല്ല കമൻറ്റ്സ് പറയുമ്പോൾ നമ്മളവിടെ അപ്പോൾ ഞാൻ ബേസിക്കലി അവിടെ പറയാറുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഒരിക്കലും എന്തല്ല, ഇതിങ്ങനെ എവിടെ നിന്നെങ്കിലും പറന്നു തന്നെ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൂടി പ്രശ്നം എന്താണ്, നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ലേണിങ്ങിൻ്റെ ലൂപ്പിൽ പെടും. ലേണിംഗ് ലൂപ്പ് എന്ന് പറയാൻ നോക്കേനെ, അത് പൊട്ടിക്കാൻ ഞങ്ങൾ ചൂസ് ചെയ്ത ഏറ്റവും നല്ലൊരു മെത്തേഡായിരുന്നു ബിൽഡ് ചെയ്യുക. അപ്പോൾ ബിൽഡ് ചെയ്തു, ഞാനിപ്പോൾ ഒരു സാധനം ബിൽഡ് ചെയ്തു, ലിങ്ക്ഡിനിലിടുക. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാൻ അതിനെക്കുറിച്ച് നല്ലത് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും പറയും, ഞങ്ങളിപ്പോൾ പറയാറുണ്ട്, നിങ്ങളൊരു ടു ഡു ആപ്പ് ഉണ്ടാക്കി, നിങ്ങൾ നാട്ടുകാരുണ്ടാക്കിയ എല്ലാ ടു ഡു ആപ്പിനെയും പോലെ നിങ്ങളുടെ ടു ഡു ആപ്പിനെ ആക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അടുത്തുള്ള നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കണ സമയത്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ആ ക്ലാസ്സിലൊരു 60 സ്റ്റുഡൻസെങ്കിലും ഉണ്ട്, 60 സ്റ്റുഡൻസിനെയും കൂടെ ടു ഡു ആപ്പ് ട്രൈ ചെയ്യിപ്പിക്കാം. അവിടെ നിങ്ങൾക്കൊരു നല്ല ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പിലായതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിഫിക്കേഷൻ ഞങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള എന്തൊക്കെ മെത്തേഡ് ഉണ്ട്. ഇവൻസിന് സ്ഥിരം പോകും, ഇവന്റ്സ് കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ റിൻഷാദ് പറഞ്ഞ പോലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത എന്താ പറയുക ഇൻസ്പയർ ആയിട്ടുള്ള ലെവൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഹാപ്പിനെസ് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, ഹാപ്പിനെസ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. അതെല്ലാ ആസ്പെക്റ്റിലും അങ്ങനെ തന്നെ, പഠിക്കണയിലാണെങ്കിലും. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ കെവിൻ ചോദിച്ചില്ലേ നേരത്തെ, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ എൻജോയ്മെൻറ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണേ, പഠിക്കണയിലേക്ക് ഫോക്കസ് ചെയ്യണം. കാരണം എന്താ, അതിലൊരു ഹാപ്പിനെസ് ഇല്ല. പക്ഷേ ജനറലി ആൾക്കാർക്ക് വരുന്നൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാപ്പിനെസ് ഇല്ലാത്തതല്ല, ഞാൻ ആ ഹാപ്പിനെസ്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്തതാണ്. ഞങ്ങളതിനെ മാക്സിമം ശ്രമിക്കും. എല്ലാ ഇവൻസിന് പോവും, ഇവൻസ് കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടോക്കാണെങ്കിൽ കൂടി ഞങ്ങൾ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പോഷർ ആൾക്കാരോട് സംസാരിക്കുക, അപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വരിക, അത് ഭയങ്കര മാറ്റർ ചെയ്യും.
കാരണം ഒന്നും പോലും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, മിസ് ഔട്ട് ചെയ്യാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു അപ്രിസിയേഷൻ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ആളെ മീറ്റ് ചെയ്തു. അവിടെ തന്നെ ഇവിടെ കുസാറ്റിൽ പഠിക്കുന്ന PhD സ്കോളറാണ്, അവരെ മീറ്റ് ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അടുത്ത്, നീ എന്താ ചെയ്യണേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വർക്കിംഗ് ആണ് ഇപ്പോൾ വേറെ എന്താ വർക്കിംഗ് ആണ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടറുമാണ്, സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ നിങ്ങളിത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്ന് അവർക്ക് കുറച്ചുകൂടെ ക്യൂരിയസ് ആയിട്ട് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നുവെച്ചാൽ അവരൊരു കാര്യം പറഞ്ഞു, എന്താ പറഞ്ഞു വെച്ചാൽ ഫൈറ്ററാണ്, യു ആർ എ ഫൈറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. റിഷാദ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കളിയാക്കുമെന്ന് വെച്ചാൽ ഫൈറ്ററാണെന്ന് പറഞ്ഞിട്ട്. കാരണം അതാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം. നമുക്കിപ്പോൾ എത്ര മോട്ടിവേഷണൽ, കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ ഭിത്തി നിറച്ചും സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കും മോട്ടിവേഷൻ്റെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വായിക്കാനുള്ള സമയം കിട്ടൂല. നമ്മളപ്പോൾ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ലേണിങ്ങിലാണെങ്കിൽ പോലും കാരണങ്ങളുണ്ട്. ഇപ്പോൾ ബിൽഡ് ചെയ്യുക, ആൾക്കാരോട് പറയുക, ആൾക്കാരോട് ഉപയോഗിപ്പിക്കുക, ഭയങ്കര ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിന് മാത്രമല്ല, ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം, നമ്മൾ സാധാരണ ഇൻസ്റ്റഗ്രാം എന്തിനാണ് യൂസ് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ട്രിപ്പിന് പോയാൽ അതിൻ്റെ ഫോട്ടോ ഇടുക, അല്ലെങ്കിൽ ഇതിടുക. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ചൂസ് ചെയ്യണ ഒരു ട്രെൻഡാണ്. ഞാനിപ്പോൾ ഇത്ര നാൾ കൊണ്ട്, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ 6 മാസം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കുക. എന്നിട്ട് അവർ ലിറ്ററലി ചെയ്യുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പം അങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കണം. അതെ അതൊരു കിട്ടിയില്ലെങ്കിലും ആ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ, അവരുടെ കൺസിസ്റ്റൻസി കാണുമ്പോൾ ആൾക്കാർ അവരെ കാരണം ഞാനിപ്പോൾ 6 മാസം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ വെബ് ഡെവലപ്മെൻറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ 2-3 പേര് ഫോളോ ചെയ്യണമെങ്കിൽ അവർ കണ്ടുപിടിച്ച ആദ്യമൊക്കെ അവരെന്ത് ചെയ്താൽ കോൾഡ് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുക, ഡയറക്ടറീസ് നോക്കുക, ഇതൊക്കെ ചെയ്താൽ. പക്ഷേ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും. കാരണം വെച്ചാൽ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും ഇവർക്ക്. ഇവരെങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരു പോപ്പുലേഷനും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവൻ വിജയിക്കണ്ട എന്നുള്ള തിങ്കിങ്ങിന് മാത്രമല്ല, പോസിറ്റീവായിട്ട് തിങ്കിങ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ആസ് ഓഫ് നൗ എന്താണ് നോ ടൈമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? നോ ടൈമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീലാൻസേഴ്സിനെ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞല്ലോ. കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറ്റണം എന്നുള്ള എല്ലാവർക്കും ഉണ്ടാവും ഈ ആഗ്രഹം. പക്ഷെ ഞങ്ങൾക്കും ഞങ്ങളുടെ രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറ്റണം എന്നുള്ളതാണെന്ന് വെച്ചാൽ കോളേജ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ജോലി എന്നുള്ളത് ഉപരി സ്റ്റഡീസും വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ജോബ്, ഒരു എംപ്ലോയി ആവണോ, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഫ്രീലാൻസർ ആവണം എന്നുള്ളത് അവർക്ക് അവരുടെ പാത്ത് ചൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ ബിൽഡ് ചെയ്യുക. ഇപ്പോൾ കോളേജസ് ആയിട്ടുള്ള കൊളാബറേഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനുണ്ട്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള തിങ്കിങ് ആൾക്കാർക്ക് വേണം. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അങ്ങനെ തിങ്ക് ചെയ്യുക, അങ്ങനെ തുടങ്ങാനുള്ള ഒരു ആഗ്രഹം വരിക, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഇന്ന് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഇല്ല. കാരണം ഞങ്ങളുടെ ഇപ്പോൾ ഫുൾ ടൈമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫുൾ ടൈമായിട്ട് പഠിക്കുന്ന ആൾക്കാരിലും അവർ ഞങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരു സിനേറിയോ ആണ്, ഞാൻ ഈ പഠിത്തം എങ്ങാനും എൻ്റെ കോളേജ് ടൈമിൽ പഠിച്ചായിരുന്നെങ്കിൽ ഒരു മാസം എടുക്കുള്ളൂ, ഞാൻ ആ കോളേജിൽ മുഴുവൻ സബ്ജക്റ്റ് എഴുതി തീർത്തേനെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ പ്രശ്നം അതല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന ഒരു സാധനം എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തിൻ്റെയും കുഴപ്പമല്ല. സിസ്റ്റങ്ങൾ നമുക്ക് കുറ്റങ്ങൾ പറയാം, സിസ്റ്റം എത്ര വേണമെങ്കിലും കുറ്റം വരാം, ചേഞ്ച് ആവില്ല. നമുക്ക് ആ സിസ്റ്റം ചേഞ്ച് ചെയ്യാന്നുള്ളത്, സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരിക. അല്ലാത്തത് എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുമ്പോൾ നമ്മളെപ്പോഴും സിസ്റ്റം മാറണ്ടേന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും പറയാറില്ല, ഇതൊരു 19 വർഷമൊക്കെ കഴിയുമ്പോൾ എന്തായാലും മാറും. ആ 50 വർഷം എന്താ സംഭവിക്കണേ നമ്മൾ ആദ്യം ചിന്തിക്കണം. ഞങ്ങൾ ചിന്തിച്ച അവിടെ നിന്നാണ് 50 വർഷം എന്താ ചെയ്യാൻ പോണേ, 50 വർഷത്തിൽ ഇങ്ങനെയാണ് മാറണം. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് തുടങ്ങാം. അതിനൊരു കാരണം ഞങ്ങളാവാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 50 വർഷം കൊണ്ട് എന്താ സംഭവിക്കണം, എല്ലാവരും വിചാരിക്കും 50 വർഷം കൊണ്ട് മാറും എന്നുള്ള ടോക്കിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ ചോദിക്കും, ഈ 50 വർഷം കൊണ്ട് എന്താ മാറണ്ടേ, ഇതാണോ മാറണ്ടേ? അപ്പോൾ അത് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടപ്പിൽ ആൾക്കാർ പറയും എനിക്ക് ഐഡിയ കിട്ടണില്ല, ഐഡിയ ഇല്ല. ഞങ്ങളെപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരോട് സംസാരിക്കാം, അപ്പോൾ എന്ത് ചെയ്യും, ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും.
കാരണം വെച്ചാൽ ഞങ്ങൾക്കൊരു സീനിയർ ഉണ്ട്, സമീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമീർ ദയാൽ സിംഗ് എന്നാണ് ഫുൾ നെയിം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സീനിയർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, പുള്ളിക്കാരൻ ഒരു ക്ലാസ്സിൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നിങ്ങൾ ChatGPT ചോദിക്കുമോ, ഗൂഗിളിൽ പോവുക, പിൻട്രസ്റ്റിൽ നോക്കുമോ, നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ അഡ്വക്കേറ്റുമാർക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്തു കൊടുക്കുമെന്ന് വിചാരിച്ചു. അഡ്വക്കേറ്റുമാർക്ക് വേണ്ടി, ലോയിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അഡ്വക്കേറ്റ് ഓഫീസിൽ പോയി ഇരിക്കണം. നിങ്ങൾ അഡ്വക്കേറ്റ് ഓഫീസിൽ പോയി 3-4 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച പോയി ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, അവരെങ്ങോട്ടാണ് പോകണം, അവരെന്താ ചെയ്യണം, ഇവരിങ്ങനെ ചെയ്യണം. കാരണം പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു, ആ ഐഡിയ അല്ല ശരിക്കും സക്സസ് ആയത്. പുള്ളിക്കാരൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് ഒരാൾ വന്ന് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു തരുന്നു. അതാണ് ശരിക്കും ഒരു ഐഡിയയായി മാറിയത്, അതാണ് പ്രൊഡക്റ്റ് ആയത്. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ആസ്റ്റർ, അതേപോലെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളെ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുള്ളിക്കാരന് വന്നതെന്ന് വെച്ചാൽ ആ ഒരു ചെറിയൊരു ടോക്ക്, ആ ടോക്ക് പിന്നീട് അതിനോടുള്ള കണക്ഷൻസ് ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു ചായൻ്റെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചായക്കടയിൽ പോയി ഇരുന്ന് നോക്കുക. ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എന്തൊരു ഐഡിയ എടുത്താലും ഞാൻ പറഞ്ഞില്ലേ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ അത് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ്ലി അത് ക്യൂർ ആയിട്ട് ഉണ്ടാവില്ല. ആ ഒരു വോയിഡ് കണ്ടുപിടിച്ച് അതിലോട്ട് നമ്മൾ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഭയങ്കര സാസ് അങ്ങനെയുള്ള സാധനങ്ങളിലെ ഒരു ഫോക്കസ് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സുകൾക്ക് വേണ്ടി സൊല്യൂഷൻ ഉണ്ടാക്കണം. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പോകണം, അവരോട് പോയി സംസാരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കാരുടെ നമ്മൾ സംഭവിക്കാറുള്ള ഒരു പ്രശ്നമാണ്, ഞാൻ പോയി കുറച്ച് ആൾക്കാരോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ എന്ത് പറ്റും, അപ്പോയിൻമെൻറ്റ് കിട്ടൂല, പ്രശ്നങ്ങളാവും, നമ്മുടെ മോട്ടിവേഷൻ താഴും. അതിന് പകരം ഞങ്ങൾ ചെയ്യാറുള്ള കാര്യം വെച്ചാൽ, പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യണ്ട, നേരെ പോയി ഓഫീസിൽ പോയിരുന്നാൽ മതി, വേറൊന്നും ചെയ്യരുത്. അവരെന്താ ചെയ്യണേന്ന് കാണുക. ചിലപ്പോൾ അവിടെ കാണുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾക്ക് തിരുത്തണ്ട, അല്ലെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യണം, അതായിരിക്കും ഐഡിയ ആവണം. ഇനി കൺസ്യൂമേഴ്സിന് വേണ്ടി, കസ്റ്റമർ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ സാധനം ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും, ചെറിയൊരു ഇൻഹെയിലറായി എന്ന് വിചാരിച്ചു, ചെറിയൊരു ഇൻഹെയിലർ ഉണ്ടാക്കി ഒരു 10 പേരോട് ഉപയോഗിപ്പിക്കുക, എന്നിട്ട് അവരെ റിവ്യൂ എടുക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നമ്മൾ പറയും, ഇപ്പോൾ ഈ ഹാർഡ്വെയർ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. ഞാനാണെങ്കിൽ പറയാറുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സിനാറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ സാധനം ഉണ്ടാക്കിയിട്ട് അത് ആൾക്കാരോട് ഉപയോഗിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ആ വീഡിയോ എടുത്തിട്ട് അയാൾ ഉപയോഗിക്കണം. കാരണം എന്താ, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ അത്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയങ്കര വലിയ സെറ്റപ്പിൽ വീഡിയോ എടുക്കണ്ട. ഇൻവെസ്റ്റർക്ക് ഒരു ട്രസ്റ്റ് വേണ്ടേ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ആക്ച്വലി മാർക്കറ്റിൽ ആവശ്യമാണെന്നുള്ളതൊരു മനസ്സിലാവണ്ടേ, ആ ഒരു റിവ്യൂസ്. പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മക്ക് ഒരു സ്റ്റിക്ക്, നിങ്ങൾ ആ സ്റ്റിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു അമ്മൂമ്മേനെയും കൊണ്ട് അത് ഉപയോഗിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്താൽ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര വലിയ, അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന് നിന്നിട്ട് പുള്ളിക്കാരൻ ഇത് പിടിക്കണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പ്രായമായിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. കാരണം ഇഷ്ടം പോലെ ബിസിനസ്സുകൾ. റിവ്യൂ വീഡിയോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗിറ്റബ് വർക്ക്ഷോപ്പ് നടന്ന അതിൻ്റെ ഒരു റിവ്യൂ എടുത്തായിരുന്നു കുറച്ച് സ്റ്റുഡൻസിൻ്റെ. അതിലൊരാൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതാണ് ശരിക്കും ആവശ്യം അവരുടെ ലേണിംഗിൽ നിന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റിൻഷാദാണ് കണ്ടക്ട് ചെയ്തത്. ഞങ്ങളുടെ അടുത്ത് എന്ത് സാധനം ചോദിക്കാനും അല്ലെങ്കിൽ അവർ ഒരു കാര്യം അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണോ എന്ന് പറയാനും അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, അവർക്കൊരു ഫീൽ ഫ്രീ ആണ് എന്ന് പറഞ്ഞ്. അപ്പം ഇതാണ് ശരിക്കും അവരൊരു മെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. സോ അതാണ് ഈ റിവ്യൂ വീഡിയോൻ്റെ ഒരു ഗുണം. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിനെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സാധനം വെച്ചാൽ, നിങ്ങൾ ആ സാധനം എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം, മസ്റ്റാണ്. അത് യൂസ് ചെയ്യണ ഒരു വീഡിയോ എടുക്കുക. കാരണം ഇഷ്ടം പോലെ ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലായാലും ഹെൽത്ത് കെയർ സെക്ടറിലാണെങ്കിലും ഇഷ്ടം പോലെ ഞങ്ങൾ കാണാറുള്ളതാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും. പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയാറില്ല, ഒരു ചെറിയ വീഡിയോ എടുക്കുക, ചെറിയൊരു പ്രോട്ടോടൈപ്പ് എന്തായാലും അവർക്ക് ഉണ്ടാവും. കാരണം അങ്ങനെ തിങ്ക് ചെയ്യണ ആൾക്കാർ എന്തായാലും അത് ബിൽഡ് ചെയ്യും. പക്ഷെ ബിൽഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ വെച്ചാൽ മാത്രം പോരാ. ആൻഡ് പിന്നെ സംഭവിക്കണം, പറ്റും അങ്ങനെ പറ്റിയുള്ള പ്രോഡക്റ്റ് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഐഡിയാസ് ആണ് ഓരോ ദിവസം ആൾക്കാർ ഡിസ്കസ് ചെയ്യുക മാത്രമല്ല, ചിലർ ബിൽഡ് ചെയ്ത് അത് അവിടെ ഇട്ടാൽ മതി. ആൾക്കാർ അത് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ബീറ്റ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കമ്മ്യൂണിറ്റീനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതും അടുത്തൊരു വേ ആണ്, സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുക, അപ്പോൾ എന്ത് ചെയ്യും, കണക്ഷൻസ് കിട്ടും. കാരണം ഞങ്ങൾ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ, കാരണം ഞങ്ങൾ എഡ്യൂക്കേഷൻ കൊണ്ടുപോകണം, പക്ഷെ എന്ത് ചെയ്യരുത്, ഞങ്ങൾക്കിത് ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം. പക്ഷെ അവിടെ പറ്റുന്ന ഒരു പ്രശ്നം സ്കെയിലബിലിറ്റി ഇഷ്യൂ വരും.
എല്ലാ ടെക് സാധനങ്ങൾക്കും വരുന്ന ഒരു മെയിനായിട്ടുള്ള പ്രശ്നം, ഭയങ്കര സ്കെയിലാക്കണം പക്ഷേ ക്വാളിറ്റി പോകും. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന ഒരു മെയിനായിട്ടുള്ളൊരു സിനേറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, നമ്മൾ ക്വാളിറ്റിയും സാധനം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു ഇഷ്യൂ ഉണ്ടാവും അവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, അതിന് ഇറ്ററേറ്റ് ചെയ്യുക, പിന്നീട് ഒരു സംഭവം ചെയ്ത് നോക്കുക, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നല്ലൊരു ചാൻസ് ഉണ്ടാവും. കൂടുതൽ ഈ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾക്ക് ഇഷ്യൂസ് കുറേ വരാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, കാരണം ഞങ്ങൾക്കൊരു സീനിയർ ഉണ്ട് സിറ്റിക്കിൽ, പുള്ളിക്കാരൻ ചെയ്തൊരു സീനിയർ ഇതാണ്, ചെറിയൊരു സാധനം ഉണ്ടാക്കി ആ സാധനം കാണിച്ചു കൊടുക്കുക, പിന്നെ അതിൻ്റെ പൊക്കത്ത് വേർഷൻസ് ബിൽഡ് ചെയ്യുക. കാരണം അത് കൊണ്ടുവന്ന് പിച്ച് ചെയ്യാനായിരിക്കും ആദ്യത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവണം. അത് അക്സെപ്റ്റ് ആവാൻ കാരണം എന്താ, ഇപ്പോൾ ഹാർഡ്വെയറിനൊക്കെ ഇഷ്ടംപോലെ തന്നെ പ്രശ്നമാണ് എന്തെന്ന്, ചൈനീസ് പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാവർക്കും തന്നെ പ്രശ്നമാണ് ചൈനീസ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ചൈനീസ് പ്രൊഡക്റ്റിനൊക്കെ ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് പഠിച്ചൊരു വലിയ സാധനമാണ്. പിന്നെ ഞങ്ങൾ മെജോറിറ്റീവിൽ ഫോളോ ചെയ്യണ ഫൗണ്ടേഴ്സിന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്, ഫസ്റ്റ് ഫൗണ്ടേഴ്സ് എന്ത് ചെയ്യും, എപ്പോഴും പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യും, പ്രൊഡക്റ്റ് നന്നാക്കാൻ നോക്കും. പക്ഷേ എത്രത്തോളം നമ്മൾ പ്രൊഡക്റ്റ് നന്നാക്കാൻ നോക്കിയാലും ആൾക്കാർ ബൈ ചെയ്യണമെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ മോശമാണ്, നിങ്ങളുടെ മാർക്കറ്റ് മോശമാണ്, നിങ്ങൾ മാർക്കറ്റിംഗ് മര്യാദക്ക് ചെയ്യുന്നില്ല. അതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. കാരണം പ്രൊഡക്റ്റ് മോശമാണെങ്കിലും ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊഡക്റ്റ് ആവറേജ് ആണെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊഡക്റ്റ് ബെസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമല്ലായിരുന്നു, നിങ്ങളത് എത്തിച്ചതായിരുന്നു പ്രശ്നം. നമുക്ക് എത്തിച്ചതിന് ശേഷം പ്രൊഡക്റ്റ് പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടും ഒബ്വിയസ്ലി. അപ്പൊ നമുക്ക് ആ ആൾക്കാരുടെ എന്താ പറയുക പ്രോബ്ലംസ് കുറച്ചുകൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്നുള്ള റിവ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിക്കുക. കാരണം അതാണ് ഞങ്ങളുടെ 1.5 വർഷം ജേണി. അതായിരുന്നു ഞങ്ങളുടെ 1.5 വർഷം ജേണി. എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നല്ലായിരുന്നു, എന്തായിരുന്നു പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യലായിരുന്നു 1.5 വർഷത്തെ പരിപാടി. പിന്നെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഒരു ഡിസംബർ തൊട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സാധനം സ്റ്റാർട്ടപ്പിലേക്ക് പൈസ ഉണ്ടാക്കാം വരാം എന്നുള്ളൊരു ഫോർമുലേഷൻ വന്നത്. കാരണം ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം അതാണ്, ഇവർ എക്സ്പെരിമെൻറ്റ് ചെയ്തവരാണ്. എങ്ങനെ ഇവർ എക്സ്പെരിമെൻറ്റ് ചെയ്തവരാന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്ക്വയർ വൺ, നല്ല എക്സ്പോഷർ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിനിടക്ക്, നല്ല എക്സ്പോഷർ ഈ 3 സാധനങ്ങൾ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പഠിക്കാൻ വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ 3 സാധനം പറയും. ഒന്ന് ലേൺ ചെയ്യുക, ബേസിക് കോർ സാധനങ്ങൾ ലേൺ ചെയ്യുക, അത് വെച്ചിട്ട് മിനിമലായിട്ടുള്ള സാധനങ്ങൾ ബിൽഡ് ചെയ്ത് എന്തായാലും പഠിക്കുക. പിന്നെ ആ മിനിമലായിട്ടുള്ള ബിൽഡ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അഡ്വർടൈസ് ചെയ്യുക, മാക്സിമം എക്സ്പോഷർ ഉണ്ടാക്കുക. കാരണം എന്താ, നിങ്ങളിപ്പോൾ ഒരു വാഷിംഗ് പൗഡർ എടുത്തു, ഈ വാഷിംഗ് പൗഡർ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ കുറച്ച് പേരുകൾ വന്നു ഇല്ലേ, കുറച്ച് പേര് എന്തായാലും വന്നിട്ടുണ്ട്. എന്താ പേര് വരാൻ കാരണം, നമ്മൾ സ്ഥിരമായിട്ട് കാണുവാണ് ആ പേര് കണ്ട് 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 നമ്മുടെ മനസ്സിലത് ഫിക്സായി. പിന്നെ നമ്മളൊരു 1000 സോപ്പ് പൊടി ഇരിക്കണത് കണ്ടാലും നമുക്ക് എന്ത് ചെയ്യും, ആ സോപ്പ് പൊടി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതാണ് പവർ ഓഫ് മാർക്കറ്റിംഗ്. കാരണം ഞങ്ങളിപ്പോഴും ഫോളോ ചെയ്യണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മാർക്കറ്റിംഗ് സൈഡിലൊക്കെ. അപ്പോൾ അവർ പറയാറുള്ള മെയിനായിട്ടുള്ള ഫോക്കസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക മാർക്കറ്റ് ചെയ്ത്. അപ്പോൾ ചെറിയ സാധനമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്നതായിക്കോട്ടെ, സ്റ്റാർട്ട് സ്മോൾ. എപ്പോഴും സ്മോളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും. അത് ഇറ്ററേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡും വേണം. നിങ്ങളത് എന്ത് ചെയ്യുക, അതിനെ നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ഈ മോട്ടിവേഷൻ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും, ഇഷ്ടം പോലെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എയർ ഇന്ത്യയുടെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ആക്ച്വലി ഇപ്പോഴത്തെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് കോഴ്സ് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് ഇട്ടാൽ ഇതും ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ പേരിൽ സ്കാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ജോബ് ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെൻ്റ് ആണല്ലോ, അതിൻ്റെ തന്നെ ഒരു ടെമ്പററി കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള ഒരു സാധനമാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ആ കമ്പനിയിലെ എല്ലാ പ്രൊജക്റ്റിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു വർക്കിംഗ് കൾച്ചർ തന്നെയാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ സ്കില്ലാണെങ്കിലും അല്ലെങ്കിൽ ടീമിനോടുള്ളൊരു എന്താ പറയുക, ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആക്ച്വൽ ജോബ് എങ്ങനെയാണോ അതേപോലെ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ ചെയ്യണതാണ് ഇൻറ്റേൺഷിപ്പ്. അതെ, അതായത് അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാത്തതിൻ്റെ സിനാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും എഡ്യൂക്കേഷനും കമ്പനിയും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, അതിന് സ്കില്ല് വേണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റേൺഷിപ്പിന് മുന്നേ സെറ്റാക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യണം Next.js-ലാന്ന് വിചാരിച്ചോ, നമുക്ക് റിയാക്റ്റെങ്കിലും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്കില്ല് വേഗം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കമ്പനിക്ക് അനുസരിച്ച് പഠിക്കാനും സ്വിച്ച് ചെയ്യാനും പറ്റുള്ളൂ. സോ അതാണ് ആക്ച്വലി ഇൻറ്റേൺഷിപ്പ്.
സോ ആരും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യണ്ട, ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട. നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച് ആ കമ്പനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിലോ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളത് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. കാരണം നമ്മളിങ്ങനെ ആലോചിക്കാം, നമ്മൾ ഗൂഗിളിന് 5000 രൂപ 6000 രൂപ കൊടുക്കുന്നു, നമ്മളവിടെ പോയിരുന്ന് പഠിക്കുന്നു, അതിൻ്റെ അവർ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് തരുന്നു. ഇങ്ങനൊരു സിനാറിയോനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിന് പൈസേൻ്റെ ആവശ്യമില്ല. ഗൂഗിളിന് നമ്മുടെ പൈസേൻ്റെ ആവശ്യമില്ല. ഗൂഗിളിന് നമ്മുടെ 5000 രൂപ വെച്ചിട്ടല്ല എന്ത് ചെയ്യണം, അവർ ജീവിക്കണം. അപ്പോൾ സിമിലർലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പ്, ഞങ്ങൾ മെയിൻലി പറയാറുള്ള സാധനം എന്ന് വെച്ചാൽ ഫ്രീലാൻസ്, ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ്. ഇതിനകത്ത് ഫ്രീലാൻസും ഈ 3 സാധനങ്ങൾക്കും ഭയങ്കര കോമൺ ഉണ്ട്. നമ്മളത് പക്ഷേ എപ്പോഴും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു കമ്പനി എന്ന് വിചാരിച്ചോ, ആ കമ്പനിയിൽ ഇപ്പോൾ ഒരു ഫ്രീലാൻസ് ചെയ്യുക. ഫ്രീലാൻസ് എന്ന് വെച്ചാൽ എന്തെന്നാ, വളരെ ടെമ്പററി ആയിട്ട് വളരെ ഷോർട്ടായിട്ട് ഞാൻ ഇത്രയും കമ്പനി മാത്രം ഞാനവിടെ വർക്ക് ചെയ്യും. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, കുറച്ചും കൂടി ഒരു 2 to 3 months ഉള്ള രൂപത്തിൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ആ കമ്പനിയിൽ നിൽക്കുന്നു, കുറച്ച് റിസോഴ്സുകൾ. മാത്രമല്ല ആ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അവരെ എന്ത് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും. പിന്നെ പ്ലേസ്മെന്റിലേക്ക് പോകുമ്പോഴോ, പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഞാൻ അവിടെ അത്യാവശ്യം ടൈം നിൽക്കുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു. ഈ 3 സാധനത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ജോബാണ്. ഇത് 3 ജോബാണ്. ടൈമും ആക്സസും. നമുക്ക് ഫ്രീലാൻസ് ചെയ്യുമ്പോൾ ഫുൾ ആക്സസ് കിട്ടൂല കമ്പനിയിലേക്ക്, ബട്ട് ആ കമ്പനിയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻറ്റേൺഷിപ്പും സിമിലർലി, പ്ലേസ്മെൻറ്റും സിമിലർ. സംഭവം എന്താ, എല്ലാം ജോബാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം. ഇൻറ്റേൺഷിപ്പ് വേറെന്തോ സംഭവമാണ്, ഫ്രീലാൻസ് വേറെന്തോ സംഭവമാണെന്ന് ചിന്തിക്കണം. ഈ ഇഷ്യൂ കുറേ ആൾക്കാർക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്കില്ലില്ല എന്ന് പറഞ്ഞില്ലേ. ഇതേ സ്കില്ല് അവർ പ്ലേസ്മെൻറ്റിലും പ്രതീക്ഷിക്കണം, ഇതേ സ്കില്ല് അവർ ഇൻറ്റേൺഷിപ്പിലും പ്രതീക്ഷിക്കണം, സെയിം ഫ്രീലാൻസിലും പ്രതീക്ഷിക്കണം. അതാണ് കുഴപ്പം. നമ്മളപ്പോൾ എന്ത് ചെയ്യുക, സ്കില്ല് എല്ലായിടത്തും സെയിമാണ്. നിങ്ങൾ നിൽക്കുന്നത് കുറച്ചായെന്നേ ഉള്ളൂ, നിങ്ങളിൽ നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ കുറച്ചായെന്നേ ഉള്ളൂ, അത്രേ കുറക്കണുള്ളൂ. അല്ലാതെ എന്തില്ല, സ്കില്ല് അവിടെ കുറയണില്ല. ഇപ്പം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിനാണ്, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ നോ ടൈം തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും ഞങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് സർവീസ് ബേസ്ഡ് കമ്പനി പോലത്തെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളവിടെ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഇറങ്ങുമ്പോഴത്തേക്കും എന്തല്ല, അവർ എക്സ്പോസ് എന്ന് വെച്ചാൽ അവർ ആ സാധനത്തിലേക്ക് ഒത്തിരി ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോഴത്തേക്കും, ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് സെൻട്രിക് എന്ന് പറഞ്ഞൊരു കമ്പനി ചെന്നപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രീലാൻസ് ആണ്, റിയാക്ട് ഡെവലപ്പേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊജക്റ്റ് PHP ലെവലിലൊക്കെ ആയിരുന്നു. സ്റ്റിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവർക്കൊരു ട്രസ്റ്റ്, ഞങ്ങളത് ചെയ്യുന്നുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ കാണുക അതേപോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഇല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതായിരിക്കും അവിടുത്തെ ചോദ്യം. അതിന് പകരം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ. ഇപ്പം നോ ടൈമിൽ പഠിപ്പിച്ചു കൊടുക്കണോ അത് തന്നെയാണ്. നീ ഇപ്പോൾ ഒരു റിയാക്ട് പഠിച്ചാൽ നീ നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി നീ പഠിക്കും, സെൽഫ് ലേൺ നിനക്ക് കിട്ടും. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്. അതാണ് അവിടെ കാരണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ചാൽ ലേണിംഗ് ആണ്. ഇൻറ്റേൺഷിപ്പ് ഒരിക്കലും ലേണിംഗ് അല്ല, അത് എക്സ്ട്രാ ലേണിംഗ് ആണ്. ഇൻറ്റേൺഷിപ്പ് എക്സ്ട്രാ ലേണിംഗ് ആണ്. ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് ഇപ്പോൾ PHP ആണ്, PHPയിൽ വർക്ക് ചെയ്തു, .NETൽ വർക്ക് ചെയ്ത്, പിന്നെ അതിന് ശേഷമാണ് ഏറ്റവും അവസാനം റിയാക്റ്റിൽ വർക്ക് ചെയ്തത്. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിപ്പോൾ മേൺ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിച്ചു, ഞാനിപ്പോൾ മേൺ സ്റ്റാക്ക് ഡെവലപ്പറാണ്, ഞാൻ മേൺ സ്റ്റാക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ളൊരു സിനേറിയോ പോകുമ്പോഴത്തേക്കുമാണ് കമ്പനീസിന് ഇഷ്ടംപോലെ തന്നെ ഇഷ്യൂസ് തന്നെ. നേരെ മറിച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോ ടൈമിൽ മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സാധനം പഠിപ്പിക്കുകയാണെങ്കിൽ കൂടി നിങ്ങളത് എങ്ങനെയാണ് പഠിക്കണേ, എന്താ ചെയ്യണം, അതിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ഇടുന്നത്. ഇപ്പോൾ തൃശ്ശ പറഞ്ഞ പോലെ ദ വേ ഓഫ് ലേണിംഗ് അത് റെഡിയാവുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തൃശ്ശ വർക്ക് ചെയ്യണ കമ്പനിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക് എന്തൊക്കെയാണ്, എലിക്സർ റീമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം. പക്ഷേ അത് മേണാണോ? അല്ല, മേണിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉള്ള സാധനങ്ങൾ ഇവരൊക്കെ. പക്ഷേ എന്താണ്, നമ്മളത് എടുത്ത് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സെൻട്രിക്കുകാർക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് എന്താണെന്ന് അറിയോ, ഇവർക്ക് എന്ത് കിട്ടിയാലും ഇവർ പഠിക്കും. ഒരു ഫ്രീലാൻസറിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അതാണ്. ഇവൻ എന്ത് കൊടുത്താലും ഇവൻ പഠിക്കും, ഇവനത് ചെയ്യും, എനിക്കത് ചെയ്ത് തരും എന്നുള്ളൊരു ബലം അവർക്കുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്രീലാൻസിങ്ങിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സാധനം. കാരണം അങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വേണം, സുഖമായിട്ട് കിട്ടും. കാരണം എന്താ, നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നതിന് മുമ്പ്. പ്ലേസ്മെൻറ്റ് പോകുമ്പോഴത്തേക്കും ഇൻറ്റേൺഷിപ്പ് മറ്റേ റെസ്യൂമിൽ എഴുതുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ എന്തുണ്ട്, എക്സ്പീരിയൻസ് എഴുതാൻ കിട്ടും. എന്താ ഈ എക്സ്പീരിയൻസ് എഴുതാൻ കിട്ടണത്, എന്താ നമ്മുടെ ആ ഒരു ഇതാണ്, നമ്മളത് ചെയ്തതും കാര്യങ്ങളും ആണ് കൂടുതലും. ഫ്രീലാൻസ് ഉണ്ട്, ഇൻറ്റേൺഷിപ്പ് ചെയ്തായിക്കോട്ടെ. ഞങ്ങൾ ആകെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളൂ,
സിംഗിൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുള്ളൂ. യെറ്റ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അതാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യണതിനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം? അല്ല, പൈസ കൊടുത്ത് നമുക്ക് ഒരിക്കലും ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട. അതേപോലെ ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളിൽ വർക്ക് ചെയ്യാൻ. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയില്ലെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊജക്റ്റോ ബിൽഡിംഗ് ആയിരിക്കും. ആ ബിൽഡിംഗ് സ്റ്റേജിൽ നമുക്കൊരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും. കാരണം കോർപ്പറേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രൊജക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് കാണാൻ തന്നെ പറ്റുള്ളൂ. ബാക്കി കോഡ് ബേസ് ഒന്നും നമുക്ക് വിസിബിൾ പോലും അല്ല. പക്ഷേ കമ്പയർ ടു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. അതെ, മാത്രമല്ല ഇപ്പോൾ ആ സ്റ്റാർട്ടപ്പിൽ അവരെങ്ങനെയാണ് ഇപ്പം ടെക്ക് മാത്രമല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അവരെങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്, അവരുടെ ഐഡിയ എങ്ങനെ ഇവിടം വരെ പോയി എന്നുള്ളത്, ആ ഒരു ജേർണി തന്നെ നമുക്ക് ഒരു 70-80% വരെയ്ക്ക് നമുക്കത് പഠിക്കാൻ പറ്റും. ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനി ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു A to Z അറിയില്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് നമുക്ക് അറിയാനുള്ളൊരു ചാൻസ് കിട്ടും. അപ്പോൾ ബിഫോർ റീച്ചിങ് എ കോർപ്പറേറ്റ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ സ്റ്റാർട്ടപ്പിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം എന്താ, നമ്മൾ ഏറ്റവും ചെറുത് തൊട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനം എന്ത് ചെയ്യും, നമ്മളവിടെ ഫോക്കസാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ എഡിറ്റർ ഇല്ല, നമ്മൾ കയറി വീഡിയോ എഡിറ്റ് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. ഇപ്പോൾ നാളെ രാവിലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഗിറ്റബിൻ്റെ പോസ്റ്റർ വേണമായിരുന്നു. ഗിറ്റബിൻ്റെ പോസ്റ്റർ വേണം, അല്ലെങ്കിൽ ഗിറ്റബിൻ്റെ സ്റ്റിക്കർ ഇപ്പോൾ ഉണ്ടാക്കുക. ഞങ്ങളിപ്പോൾ നോ ടൈമിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കണം. തലേ ദിവസം രാത്രി ഇന്ന് ഗിറ്റബിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇനിയിപ്പോൾ മാർക്കറ്റ് ചെയ്യണോ, സെയിൽസ് നടത്തണോ, പഠിപ്പിക്കണോ, ഇപ്പോൾ ആരും മെൻറ്ററില്ലെങ്കിൽ ഞങ്ങൾ കയറി പഠിപ്പിക്കും, മെൻറ്ററാക്കും. അങ്ങനെ എന്ത് സാധനം. അപ്പോൾ ഞങ്ങളിപ്പോൾ സിറ്റിക്കിൽ നിന്ന് ഏകദേശം 2 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാസ്റ്റേഴ്സ് പഠിക്കാൻ കിട്ടി. പുറത്ത് പഠിക്കാൻ കിട്ടിയപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു മെറിറ്റായിരുന്നു ഒരു സ്റ്റാർട്ടപ്പ് നടത്തിയത്. കാരണം ഒരു സ്റ്റാർട്ടപ്പ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം ചെയ്യാൻ ഞാൻ പവറുള്ള ഒരാളാണ്, ഈവൻ ദോ അത് ഫെയിലായാലും. അതാണ് അവിടുത്തെ മെറിറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ടപ്സിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന ആൾക്കാർ, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ജനറലൈസ്ഡ് ഹയറിംഗ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യും, എന്താണ് അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ ഹയർ ചെയ്യുള്ളൂ, അല്ലാതെ വെബ് ഡെവലപ്പറിനെ ഹയർ ചെയ്യുക, എന്നാൽ ബ്ലോക്ക് ചെയിൻ ഡെവലപ്പറിനെ ഹയർ ചെയ്യുന്ന അവർ ഹയർ ചെയ്യില്ല. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് എടുത്താലോ, ഫ്ലട്ടർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൺ ബിൽഡിംഗ് ആണ്, ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. കാരണം അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ അങ്ങനെ തന്നെ ഹയർ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയറിങ്ങിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും സ്റ്റാർട്ടപ്സ് ആകുമ്പോൾ. പിന്നെ അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. പിന്നെ അതായിരിക്കും നിങ്ങൾക്ക്, ഇപ്പോൾ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ. എന്ത് സാധനവും പഠിക്കണം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, എന്തും ചെയ്യാന്നുള്ള ഏറ്റവും വലിയൊരു മെറിറ്റ് കിട്ടി അവിടെ നിന്നാണ്. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ നമുക്ക് കോൾ വഴിയാണോ, അതിപ്പോൾ ആ അപ്രോച്ച് എങ്ങനെയാണ്, ലൈക്ക് നമുക്ക് ഏതൊക്കെ സോഴ്സസ് ഉപയോഗിക്കാം? കോൾ ചെയ്യുക, ഇപ്പോൾ മെയിൽ അയക്കാം, ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം. കോർപ്പറേറ്റ്സ് ആണെങ്കിൽ കൂടുതലും നമുക്ക് മെയിലുകളെ നടക്കുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് പേഴ്സൺ ടു പേഴ്സൺ സുഖമായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഗൂഗിളിലാണെങ്കിൽ പോലും റെഫറൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കോർപ്പറേറ്റ് കമ്പനീസ് എടുത്താലും റെഫറൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഈ റെഫറൽ ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം? എന്താ, എനിക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ഞാൻ കമ്പനീനോട് ബാധ്യസ്ഥനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഹയർ ചെയ്യുന്ന ഒരാൾ എന്തായിരിക്കും, നല്ലൊരാളെ എടുക്കുകയുള്ളൂ. അപ്പോൾ കമ്പനീസും ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി റെഫറൽ ബേസ്ഡ് ആയിട്ട് എങ്ങനെ റെഫറൽ കിട്ടും? ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, കോൺവേഴ്സേഷൻസ് ഇൻക്രീസ് ചെയ്യുക, ആൾക്കാരായിട്ടുള്ള കോൺവെർസേഷൻ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിയിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് കോൺവെർസേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കില്ല, സമയവും കാര്യങ്ങളും പറ്റില്ല. നിങ്ങൾ ലിങ്ക്ഡിനിൽ സംസാരിക്കുക. നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ കുറേ ആൾക്കാർ വരും, ഞങ്ങൾക്കിപ്പോൾ ഇന്നൊരു സ്പെസിഫിക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയം ചോദിക്കാൻ ആരുമില്ല, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെപ്പോഴും അവരോട് സ്പെസിഫിക് ആയിട്ട് പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ERP Next എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൽ ചെയ്തു. അപ്പം ERP Next എന്ന് പറഞ്ഞൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ അകത്തൊരു സാധനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, ഇത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഋഷി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്തു ERP ഡെവലപ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ ഫ്രാപ്പ ഡെവലപ്പേഴ്സ് ഇഷ്ടംപോലെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വെറുതെ കണക്ട് ചെയ്തു. അപ്പോൾ ലിങ്ക്ഡിൻ പ്രീമിയം ആണല്ലോ, നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് കണക്ഷൻ മെസ്സേജ് അയച്ചു. അങ്ങനെ 2-3 പേര് അക്സെപ്റ്റ് ചെയ്തു. അതിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. അതിലൊരാൾ അവസാനം ഹെൽപ്പ് ചെയ്തു. മീറ്റ് വെച്ചിട്ടൊക്കെ കോൾ ചെയ്ത് മീറ്റ് വെച്ചിട്ടൊക്കെ അവസാനം റൺ ചെയ്യിപ്പിച്ചാൽ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇയാൾക്ക് എന്ത് ബെനിഫിറ്റാ ഉള്ളത് ഇതിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞങ്ങൾ തിങ്കർ ഹബിൽ ഒരു ഇവന്റിന് തന്നെ ഫിൻസി മാമിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വേ ഓഫ് ലേണിംഗ്, ഞങ്ങളിങ്ങനെ വേ ഓഫ് ടീച്ചിങ് പറയുമ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുണ്ടോ, നമ്മൾക്ക് റെഫർ ചെയ്യും, നമുക്ക് ഹയർ ചെയ്യാം, നമ്മുടെ ഇതാണ് ഐഡിയ. അപ്പം ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇൻ പേഴ്സൺ കോൺടാക്റ്റിൽ നമുക്ക് റെഫറൽസ് കൂടുതൽ ഈസി ആയിട്ട് കിട്ടുക. ഇൻ പേഴ്സൺ ഹൈലി ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രീലാൻസിലാണെങ്കിലും ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സാധനം, ഞങ്ങൾ ഒരിക്കലും ഒരു വെബ്സൈറ്റോ കോൾഡ് കോളോ ചെയ്യാറില്ല. കാരണം അത് വർക്ക് ചെയ്യൂല എന്നല്ല, ഭയങ്കര കോമ്പറ്റീഷൻ ആ കേസിൽ. അപ്പോൾ കോമ്പറ്റീഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ട്രസ്റ്റാണ്. ട്രസ്റ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾ സംസാരിക്കുക, കണക്ഷൻ കൊണ്ടുവരിക. കണക്ഷൻസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ആൾക്കാർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് കൂടും. ട്രസ്റ്റ് കൂടിയാൽ നിങ്ങൾക്ക് നെഗോസിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ ഫ്രീലാൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ് നെഗോസിയേഷൻ. ഞാനൊരു പ്രൈസ് പറയും, അതിലാൾ ചെയ്തു തരില്ല. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യും, എങ്ങനെ കുറക്കും കൂട്ടും, സംഭവങ്ങൾ ആകെ പ്രശ്നം, ഇലാസ്റ്റിക് കിട്ടാതെ വർക്ക് കിട്ടാത്ത അവസരം. അപ്പോൾ ഞങ്ങളവിടെ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഹൈലി ട്രസ്റ്റ് ആണോ, നമുക്ക് പറഞ്ഞ് ജെനുവിനായിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ ഹയർ ചെയ്യും. ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ആ കേസിൽ. കാരണം ഇഷ്ടം പോലെ ആൾക്കാരെ സ്റ്റാർട്ടപ്സിൽ അങ്ങനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ, ഒരു പ്രശ്നമില്ലാതെ ഹൈലി ട്രസ്റ്റ്. കാരണം ട്രസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ട്. ട്രസ്റ്റ് ഇല്ലേ നിങ്ങൾ എൻറ്റിറ്റിയാണ്, സെപ്പറേറ്റഡ് എൻറ്റിറ്റിയാണ്. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ കൂടെയുള്ള ആളാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫ്രീലാൻസ് ആയിക്കോട്ടെ, ഇൻറ്റേൺഷിപ്പ് ആയിക്കോട്ടെ, പ്ലേസ്മെൻറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ സ്റ്റാർട്ടപ്സിലൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ എടുത്തുള്ള സ്ഥലം പോവുക, സ്റ്റാർട്ടപ്സായിട്ട് സംസാരിക്കുക, എൻ്റെ സ്കില്ലുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഇന്ന സ്കില്ലുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ, ഞാൻ ഇന്ന പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ കോൾഡ് മെയിൽ അയക്കണം. കാരണം സ്റ്റാർട്ടപ്സിൻ്റെയൊക്കെ ഞങ്ങളിപ്പോൾ നടത്തുന്നത് കൊണ്ടുള്ള ഒരു മെയിൻ കാര്യം പറയാം, ഒരു മെയിൽ നമ്മൾ ചെക്ക് ചെയ്യില്ല, നമ്മൾ കോളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൃതിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കില്ല. കാരണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയ ആൾക്കാർ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല ധൃതിയുള്ള ആൾക്കാർ എന്തുണ്ടാവില്ല, ഭയങ്കര റയറായിരിക്കും കിട്ടാൻ. നിങ്ങൾക്ക് അവരായിട്ട് ജസ്റ്റ് ഒരു കോള്, ജസ്റ്റ് ഒരു കണക്ഷൻ, ജസ്റ്റ് ഒരു സംഭവങ്ങൾ, അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എങ്ങനെ എക്സ്പോഷർ എടുക്കാം. പോയി സംസാരിക്കുക. ചിലപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഹയർ ചെയ്യാൻ. ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ടപ്പ് നടത്തുകയെന്ന് പറഞ്ഞപ്പോൾ ഹഡിൽ വെച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ടോ ഞങ്ങൾ ഹയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ആൾക്കാരെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള ആൾക്കാരുണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾക്ക് ആരാ പറ്റണേന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കാം. ഇൻറ്റേൺഷിപ്പിലും പ്ലേസ്മെൻറ്റിലും ഫ്രീലാൻസിങ്ങിലും ഞങ്ങൾ പറയണത് എപ്പോഴും ഒരൊറ്റ തിയറിയാണ്, നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് മൂന്നിലും കുറച്ച് ഡിഫറൻ്റ് ആകുന്നുള്ളൂ, ബട്ട് പാത്ത് സെയിം ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്യാറെന്ന് വെച്ചാൽ ലേൺ ചെയ്യുക, അത് വെച്ച് നന്നായിട്ട് ബിൽഡ് ചെയ്ത് നല്ല ഒരു ക്ലിയർ കട്ടായിട്ടുള്ള പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നിങ്ങൾ ബിൽഡ് ചെയ്താൽ മതി. നിങ്ങൾ പഠിച്ച് ചെറിയ സാധനം വെച്ച് ബിൽഡ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ മാർക്കറ്റ് ചെയ്യുക, സുഖമായിട്ട്. ഐ തിങ്ക് നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഓൾമോസ്റ്റ് ഓൾ ദ ആസ്പെക്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിത്തിങ് എൽസ് ദാറ്റ് യു വാണ്ട് ടു ആഡ്? ഇതിന് ശേഷം എല്ലാവരുടെ മനസ്സിലും ഇതുവരെയുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിപ്പോൾ ലേണിംഗ് ആണോ സ്റ്റാർട്ടപ്പ് ആണോ തന്നെ ആഡ് ചെയ്യുക. ഇനി അതങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആസ്പെക്ട്. അങ്ങനെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ ഇൻസ്റ്റാഗ്രാം വീഡിയോ. Anyway, thank you for your time. Sure. Thank you for sharing your thoughts. Thank you.